ഹായ് ഫ്രണ്ട്സ് ടൊരടുപ്പ എൻ്റെ മുട്ട വീൻ്റെ മുട്ട ഞങ്ങൾക്കൊരു മുട്ട പോയ കഴിയുന്നില്ല. വേറെ ആര് വന്ന കുട്ടി കരയുന്നല്ലോ എന്ന് ജിമ്മിനൊക്കെ കൺഫ്യൂസായി. അതുകൊണ്ട് ഹീറോയിനോട് കാര്യം ചെയ്യുമ്പോൾ അങ്ങനെ ആയിട്ട് ഹീറോയിൻ ഒന്ന് ബേബി ക്യൂട്ടായിട്ട് സ്മൈൽ ചെയ്ത് ഹീറോയിനെ പിടിച്ചേർന്ന് ഇരിക്കാൻ തുടങ്ങി. ഒരു മോം ഫീലാണ് ഹീറോയിനെ കാണുമ്പോൾ കുട്ടീൻ്റെ അമ്മയെന്ന് നിരിച്ച് പോയി. കുട്ടി അങ്ങനെ ഹാക്ക് ചെയ്തായിരുന്നു. സൈൻ ചെയ്ത് കഴിഞ്ഞു. ഞാൻ കുട്ടീനെന്താ സാർ ഞാൻ കുട്ടിയെന്ന് കൊടുത്തു. ഹീറോയിൻ മനസ്സിലായിരുന്നു കുട്ടി കളിക്കുവാൻ. അപ്പോൾ സാർ ഞാൻ സൈൻ ചെയ്തു ശരി എന്നാ ഹീറോയിൻ്റെ ഫ്രണ്ട് ടൈപ്പ് സംസാരിക്കാമെന്ന് ഹീറോയി പറയാൻ തുടങ്ങി. ഞങ്ങൾ സാർ ബേബി ക്യൂട്ടായിരുന്നു എൻ്റെ കൂടെ വന്നു എന്ന് ഹീറോയി പറഞ്ഞു. ഇത് കേട്ട് അവർ രണ്ടുപേരും ഷാക്ക്. എന്ത് നീ ചുമ്മാ പറയില്ല. ഇല്ല സാർ എൻ്റെ കൂടെ ക്ലോസായിരുന്നു, ബേബി കരിഞ്ഞില്ല അങ്ങനെയായിട്ട് പറഞ്ഞു. രണ്ടുപേർക്ക് കുറച്ച് ഡൗട്ട് വരാൻ തുടങ്ങി. ശരി ഓക്കെ ചെക്ക് ചെയ്യാം എന്നായിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ജിമ്മിൻ ബേബി എടുത്തോണ്ട് വന്നു. ജങ്കു എന്ത് പറ്റി ജിമ്മിൻ? ഇല്ല എനിക്ക് കുറച്ച് ട്രിപ്പ് ഉണ്ടടാ, ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരാം. അപ്പം നീ ഒറ്റയ്ക്ക് പോകാം? അല്ലടാ എനിക്ക് കുറച്ച് ബിസിനസ് ട്രിപ്പ് ഉണ്ടടാ, ബേബിനെ നിങ്ങൾ നോക്കിക്കോന്ന് ഹീറോയിനെ നോക്കിയായിരുന്നു ജിമിൻ. സാർ ശരി നീ പോയിക്കോന്നും പറഞ്ഞു. ശരി ഓക്കെ എന്ന് ജിമിൻ പറഞ്ഞു. നീ നോക്കിക്കോ. ഓക്കേടാ പറഞ്ഞു. ജിമ്മിൻ ബിസിനസ് ട്രിപ്പ് പോയി. അപ്പോൾ ജങ്കുക്ക് പറയാൻ തുടങ്ങി എനിക്ക് ഡൗട്ട് ഉണ്ടടാ, നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ ഹീറോയി വന്നു. അപ്പം ഇത് ബേബിനെ ഓഫീസ് കൊടുന്നു. ഇതാ ബേബിനെ നോക്കിക്കോ പറഞ്ഞു. ഹീറോയി കാരിങ് ആയിട്ട് ബേബി ഹീറോയിന് വിട്ട് വന്നു. രണ്ടുപേർക്ക് ഷാക്കായി, തലയിൽ ഇടി വീണ മതിയായി. എന്നടാ ബേബി ഹീറോയിനെ വിട്ട് പോയി. അങ്ങനെ ഭയങ്കര തുള്ളാൻ തുടങ്ങി ഹീറോയിനെ കാണുമ്പോൾ. അല്ല ഇങ്ങനെ ഹീറോയി വരുമ്പോൾ അല്ല കാരിങ് ആയിട്ട് നന്നായി കാരിങ് ഹീറോയിൻ നോക്കാൻ തുടങ്ങി. അങ്ങനെ ബേബി ഹീറോയിനെ കരിയുമ്പോൾ ഹീറോയിൻ്റെ കൂടെ ചങ്കുക്ക് കയ്യിലുള്ള ടെൻഷനായിട്ടാ. എന്തിടാ ഇത്, ഒരമ്മയെ മറിച്ച് അമ്മയെ മറിച്ച് കുട്ടിയെ വാശി പിടിക്കുക. അങ്ങനെ രണ്ടുപേർക്ക് ടെൻഷനായി. അങ്ങനെ രണ്ടുപേരും കാരിങ് വെച്ചാൽ ഇന്ന് ജിമ്മിൻ വരാൻ ടൈമായി. അങ്ങനെയായിട്ട് സെക്യൂരിറ്റി ഓടി വന്നു. സാർ ജങ്കുക്ക് സാർ. എന്തടാ? സാർ ബോസ് വരാൻ പോവാ. ബോസാ? അയ്യോ വി എന്ത് പറ്റി? എടാ ബേബി എവിടെ? അതേപോലെ കയ്യിലുണ്ട്, പോയി എടുത്തോണ്ട് വാ. അയ്യോ വന്നു എടുത്തോണ്ട് വരാം. അവനൊക്കെ ടെൻഷനാവും, എടുത്തോണ്ട് വരാം. ജങ്കുക്ക് പോയി ബേബിനെ എടുത്തോണ്ട് വന്നു. കൈ പിടിച്ച് കൊഞ്ഞിൻ്റെ അത്രേ. അപ്പോഴാണ് ജിമ്മിൻ വന്നു. എന്താ ഇവിടെ വെച്ചാൽ ബേബിനെ എടുത്തോണ്ട് വന്നു? ഇല്ലടാ ചുമ്മാ വെളിയിൽ എടുത്തോണ്ട് വന്നടാ, കുട്ടി കാത്തുകൊള്ളടാ. ഇവിടെ എന്താ ചെയ്യാ? ഇല്ലടാ ഫയൽ ശരിയാ നോക്കിയതാ. ശരി ഓക്കെ. അങ്ങനെയായിട്ട് ജിമ്മിൻ ബേബീൻ്റെ കയ്യിൽ മേങ്ങിയിട്ട് പോയി. അപ്പോൾ സമാധാനമായി എന്ന് ഇവിടെ നിറച്ച് പോയി. അങ്ങനെയായിട്ട് ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോയിനെ കാണുമ്പോഴല്ല തുള്ളാൻ തുടങ്ങി. ഹീറോയിനെ കാണുമ്പോൾ കരിയുന്ന നോക്കണം. ജിമ്മിനിക്ക് ഒന്നും മനസ്സിലായില്ല. ഹീറോയിൻ്റെ അടുത്ത് പോകുന്നവന്ന് വാശി പഠിക്കുക. ജിമ്മിൻ സമാധാനമൊക്കെ എടുത്തോണ്ട് പോയി. ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായി. സാറേന്ന് ഞാൻ ചെയ്യുന്നത് ഒന്നും മനസ്സിലായി. സാറും ജിമ്മിന് ഹീറോയിനൊക്കെ എപ്പോൾ മുറിക്കാൻ കുറേ ജോലി തരാം. ഹീറോയ്ക്ക് ടെൻഷനായി. ലാസ്റ്റ് ജങ്കുക്ക് സാർ എന്ത് പറ്റി? സാർ നാളെ ഞാൻ ഇന്ത്യക്ക് പോകുമ്പോൾ സാർ. എന്തമ്മ പറ്റി? എനിക്ക് കുറച്ച് ലീവാണ് സാർ എന്ന് ഹീറോയി പറഞ്ഞ ടെൻഷനിൽ. എന്നെ ഹീറോയുടെ ഫ്രണ്ട് പറയുക, മച്ചി നീ നാളെ പോയാവടേ തോർച്ചലത്. ഇല്ലടേ നാളെ പോയേ പറ്റൂടേ, അച്ഛൻ എന്തോ ഒരു പ്രശ്നമുണ്ട് പറഞ്ഞിരുന്നു, ഞാൻ ഇത്ര ലീവും എങ്ങ് പോകാമെന്ന് ഹീറോയി പറഞ്ഞു. ശരി ഓക്കെ. ഇത് കേട്ട് കീർത്തി കുറച്ച് ഡൗട്ട് വന്നു. സാർ ജങ്കുക്ക് സാറിന് കുറച്ച് പ്രശ്നമുണ്ട് സാർ, പ്ലീസ് സാർ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? എന്ത് പ്രശ്നമാണ് സാർ? അങ്ങനെയായിട്ട് ജങ്കുക്കിൻ്റെ ഗേൾ ഫ്രണ്ടാണ് കീർത്തിയോട് പറയാൻ തുടങ്ങി. പറയാൻ തുടങ്ങി. ഇങ്ങനെ ജങ്കുക്ക് പറയുന്നത്, ഞാൻ എൻ്റെ ബോയ് ഫ്രണ്ടല്ലേ, പ്ലീസ് ജങ്കുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? നടന്ന കാര്യം പറഞ്ഞു. ജങ്കുക്ക് ടെൻഷനായി. ശരി ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ജിമ്മിൻ്റെ ഇടയിൽ രണ്ടുപേർ വന്നു. വിയും ജങ്കുക്ക് പറഞ്ഞു ലീവ് വേണം വച്ചതെന്ന് പറഞ്ഞു. ലീവാ? എന്തിനാണ് ലീവ്? ഞങ്ങൾ ഇന്ത്യക്ക് പോകുമ്പോൾ എന്ന് പറഞ്ഞു. ഇന്ത്യക്ക് ആദ്യം നേരെ പോകുന്നത്. അപ്പോൾ വി പറഞ്ഞു നീ വാടാ എന്ന് പറഞ്ഞു. ഞാൻ എന്നടാ വരുന്നത്, വാ എന്ന് പറഞ്ഞു. രണ്ടുപേരും ടിക്കറ്റ് ബുക്ക് ചെയ്തു. അങ്ങനെ ഹീറോയുള്ള പ്ലേസ് അവർ ഇന്ത്യക്ക് വന്നു. ഹീറോയും ഇങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് അവർ ഹീറോയും വീട്ടിലേക്ക് ഇന്ത്യക്ക് പോയി. അപ്പോൾ ജിമ്മിന് പറയാൻ തുടങ്ങി. എന്താടാ? ജിമ്മിന് പറയാൻ തുടങ്ങി മുറിക്കായിരുന്നു. ഇടാ എൻ്റെ ഗേൾ ഫ്രണ്ടിടാ വീട്ടിലേക്ക്. അങ്ങനെയായിട്ട് ഓരോ ഫ്ലാറ്റിൽ താമസിച്ചു. ഹീറോയ്ക്ക് മാരേജ് ആയിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ പുറത്ത് നിൽക്കുന്ന ആ ചെക്കനും കൂടെ ഹീറോയിൻ്റെ അച്ഛന് പൊട്ടി മിരട്ടായിരുന്നു. അങ്ങനെ ഹീറോ എവിടെ ഉള്ളതെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞു. അതുകൊണ്ട് ഹീറോയിന് മാരേജ് കഴിപ്പിക്കാൻ ഫോക്കസ് ചെയ്ത് അമ്മയെന്ന് വെച്ചാൽ ഹീറോയിൻ മണ്ഡപത്തിൽ വന്നിരുന്നു. ഈ ജിമ്മിൻ നോക്കിയായിരുന്നു. ജിമ്മിനിക്ക് ഒരു ഫീലിംഗ് ഇല്ലായിരുന്നു, കണ്ടെക്കാതെ ഇരുന്നായിരുന്നു. അങ്ങനെ ഹീറോയിന് മാരേജ് കഴിക്കാൻ പോയി മണ്ഡപത്തിലിരുന്നായിരുന്നു. അങ്ങനെ മന്ത്രം ഇത് പറയായിരുന്നു. അങ്ങനെ ഹീറോയിനെ കണ്ട് ബേബി കരയാൻ തുടങ്ങി. നിന്ന് കരയാൻ തുടങ്ങി. ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ല. ബേബി കരയുമ്പോൾ ഹീറോയ്ക്ക് ഭയങ്കര സാഡായിരുന്നു. അങ്ങനെ മാരേജ് നടക്കാൻ പോയിരുന്നായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയ്ക്ക് മാരേജ് നടന്ന താലി കെട്ടാൻ പോകുമ്പോൾ ഹീറോയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഹീറോയി സാഡായിരുന്നു.
അങ്ങനെ ബേബി കരയായിരുന്നു. ഇപ്പോൾ എന്താ ചെയ്യുക ഏത് ചെയ്യാന്ന് ജിമ്മിൻ്റെയോട് പറയാൻ സ്റ്റോപ്പ് പറയടാ എന്തോ ബേബി കരയാണ് എന്നിട്ട് ജിമ്മിന് മുണ്ടാതെ ഇരുന്നായിരുന്നു. അങ്ങനെ താലി കെട്ടപ്പോൾ സ്റ്റോപ്പ് എന്ന് പോലീസ് വന്നു. അങ്ങനെ ജിമ്മിന് ഷോക്കായി. പോലീസാ അതെയാണ്. പോലീസ് വന്ന് അവനെ പിടിച്ചുകൊണ്ട് പോയി. മാരേജ് ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയത്. പക്ഷേ അതാണ് ഇപ്പം എന്ന് ഹീറോയി കൊണ്ടാത്തിരുന്നത്. അങ്ങനെയായിട്ട് മാരേജ് കഴിക്കാൻ പോകാമെന്ന് ഹീറോയ്ക്ക് ഇത് ഇഷ്ടമില്ല. അത് വേറെ ഇങ്ങനെ മാരേജ് മുടങ്ങിയെന്ന് പറയായിരുന്നു. ഹീറോയിൻ്റെ അമ്മയൊക്കെ സാഡായിരുന്നു. എന്ത് ചെയ്യാൻ ഹീറോയിൻ്റെ അങ്കിളിൻ്റെ മോന് മാരേജ് കഴിക്കാൻ പ്ലാനായിരുന്നു. ഹീറോയിൻ്റെ അങ്കിളുടെ മോനെ ഇരിക്കാൻ വന്നത്. അപ്പോൾ ഹീറോയി പറഞ്ഞു മാരേജ് ഇൻട്രസ്റ്റ് ഇല്ല മോം എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെയായിട്ട് ബേബി കെയർ ചെയ്യാൻ തുടങ്ങി. എന്ത് പറ്റി വെറുതെ ഹീറോയി റോസ് പറയും ഇവിടെ ഒന്നും ചെയ്യാൻ. അപ്പോൾ ജമീൻ മാരേജ് കഴിക്കുക ഹീറോയിൻ്റെ അങ്ങനെയായിട്ട് അങ്കിളിൻ്റെ പയ്യൻ അവനെ കാണാതായി. അപ്പോൾ ജമീൻ്റെ മോം ഡാഡി പറഞ്ഞു മാരേജ് കഴിക്കാൻ പ്ലീസ് ഡാന്ന് വി പറഞ്ഞു. അങ്ങനെ ഹീറോയിൻ്റെ ഡാഡിയുടെ ഒരു അങ്ങനെ വി പറഞ്ഞു ഹീറോ മാരേജ് കഴിക്കട്ടെ എന്ന്. അങ്ങനെ ജിമ്മിൻ മാരേജ് കഴിച്ച് ഹീറോയിൻ രണ്ടുപേർക്കും മാരേജായി. ഹീറോക്ക് ടെൻഷനായിരുന്നു. മുറിക്കായിരുന്നു ഇങ്ങനെ രണ്ടുപേരെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഹീറോയ്ക്കും ജിമ്മിനും മാരേജായി. അങ്ങനെ മെർട്ടായിരുന്നു അതുകൊണ്ട് മാരേജ് കഴിച്ചത്. അങ്ങനെയായിട്ട് രണ്ടുപേർക്കും മാരേജായി. കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് അവർ ഇന്ത്യക്ക് പോയി. ഹീറോയിനെ കണ്ടെക്കുന്നുമില്ലായിരുന്നു. ജങ്കുക്ക് പറഞ്ഞ് ഹീറോയിൻ്റെ മമ്മി ഡാഡിയോട് പറഞ്ഞായിരുന്നു അങ്ങനെ ജിമ്മിന് മാരേജ് കഴിക്കാൻ. അങ്ങനെ ജിമ്മിനോട് പറഞ്ഞു നീ ബേബിനെ നോക്കുന്ന ഒരാളെ വേണമെന്ന്. സാറിലടാ നീ ബേബിനെ മാത്രം നോക്കിക്കൊള്ളാം നെക്സ്റ്റ് ബേബി ഒന്നും വേണ്ട എന്ന് ജിമ്മിനോട് പറഞ്ഞു. ജിമ്മിനും ശരി ഓക്കെ എന്ന് വീട്ടിലെല്ലാവരും ടെൻഷൻ ആക്കായിരുന്നു. അങ്ങനെയായിട്ട് വേറെ ആരെങ്കിലും കുട്ടീനെ നോക്കില്ല ഇവളും നന്നായിട്ട് നോക്കുമെന്ന് പറഞ്ഞു. ജിമ്മിനൊക്കെ ഓക്കെ എന്നായി. അങ്ങനെ രണ്ടുപേരും ഡേയ്സ് പോകാതാണ്. ഹീറോയിൻ നന്നായിട്ട് സ്വന്തം ബേബിമാരെ കെയറിങ് ചെയ്യുക. ഹീറോയി ഇങ്ങനെ ഓഫീസിലേക്ക് ഹീറോയി പോകില്ല. ജിമ്മിന് കേട്ടോ ഓഫീസിലേക്കൊന്നും പോകുന്നില്ല. ഓഫീസിലേക്ക് പോകുമ്പോൾ കുറച്ച് പ്രോജക്റ്റിൽ വീട്ടിലാണ് ജോലി ചെയ്ത് ബേബി നന്നായിട്ട് കെയറിങ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ബേബി നന്നായിട്ട് വളർന്നുള്ളതായി. ഇപ്പോൾ കുട്ടിക്ക് 3 വയസ്സായി. കുട്ടി ഓടിവാ എന്നാ അമ്മ ഫുഡ് എന്നാ എടുത്തോ ഫുഡ് കൂട്ടാൻ തുടങ്ങിയതാണ് ബേബിക്ക്. ഇപ്പോൾ 3 വയസ്സായി. കുട്ടി കഴിക്കായിരുന്നു. മമ്മി പാട്ട് പാടാം ഇങ്ങനെ പാട്ട് പാടി കുട്ടീനെ ഉറക്കായിരുന്നു.